ഹായ്. ഇന്നിപ്പോൾ മാർച്ച് 12, 2026. നമ്മൾ ഒരു ഫാമല്ല, കുറച്ച് പശുക്കളെ നല്ല പാൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് വളർത്തുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ന് ഓൾ ഓഫ് എ സഡൻ പൊല്യൂഷൻ കൺട്രോൾ ബോഡിയിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളക്കുന്നുണ്ട്. ഞാനിപ്പോൾ കേരളത്തിൽ ഒരു കാര്യം ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നോ എന്തെങ്കിലും ഒരു നല്ലത് ചെയ്യണമെന്നോ കൂട്ടിയാൽ പോലും ഗവൺമെന്റ്, സർക്കാർ ഇപ്പൊ ഇലക്ഷനൊക്കെ എടുത്തിരിക്കുകയാണ്. ഈ സർക്കാരിന്റെ ഒരു നയമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നിലവിലിപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാരാണല്ലോ. ഒരു പ്രസ്ഥാനം എങ്ങനെയെങ്കിലും നമ്മൾ തുടങ്ങി കൊണ്ടുവരുവാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാനല്ല നോക്കുന്നത്, അവനെ എങ്ങനെ ഊറ്റാം, അല്ലെങ്കിൽ അവനെ എത്രമാത്രം ഉപദ്രവിക്കാം എന്നുള്ള അത് അവരുടെ ക്യാപ്പബിലിറ്റി ടെസ്റ്റിംഗ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഞാനൊരു ഉച്ചയായപ്പോൾ ഇവിടെ ഇറങ്ങിയെന്ന് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ആള് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനൊരു പരിപാടി നടക്കുന്നില്ലേ, ഞങ്ങൾക്ക് ഒന്ന് അളക്കണം എന്ന് പറഞ്ഞു. അതായത് എന്തോരം ദൂരപരിധി. ഞാനീ പറഞ്ഞ പോലെ നമ്മളുടെ ഏകദേശം ദൂരപരിധികളും കാര്യങ്ങളും എല്ലാം മാൻഡേറ്ററി ആയിട്ട് വെച്ചിട്ടാണ്. 15 പശുവിൽ കൂടുതൽ ഉള്ള തൊഴുത്തിന് മതി ലൈസൻസ് എന്നൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ. ഈവൻ ഞാൻ പറയാം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സൈറ്റില് ഇപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത് 15 പശുവിൽ കൂടുതൽ മാത്രമേ ഉള്ളൂ. അത് കാറ്റഗറി 15/100, 100/200, 200/200, 200/500 അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ഓൾ ഓഫ് എ സഡൻ ഒരു 8 പശു ഉണ്ട് എന്ന് കണ്ടപ്പോ, പശു എന്ന് കേട്ടപ്പോ അടുത്ത പിരിവ് അല്ലെങ്കിൽ ഏത് നിയമമാണ് അതിൽ കൊണ്ടുവരാൻ പറ്റുന്നതെന്നാണ് ഇവര് ആലോചിക്കുന്നത്. ഒരു സാധാ കർഷകനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ പരമാവധി ഉപദ്രവിക്കുക, അവനെ കൊണ്ടൊരു തൊഴിൽ ചെയ്യിപ്പിക്കരുത്. എന്നിട്ട് വൻകിട ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് പാലിന് വില കൂട്ടാൻ പ്രൊഡക്ഷൻ ഇല്ലാതെയാക്കണം. അല്ല, ശരിക്കും അതിന്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഒരു ബിസിനസ് കൺസെപ്റ്റും കൂടി ചിന്തിച്ചു നോക്കുക. സാധാരണക്കാരൻ 1, 2, 3 അല്ലെങ്കിൽ അവിടെ പെറ്റുപെരുക ഉണ്ടായ ഒരു 10 പശു ഉണ്ടെങ്കിൽ അവനത് ഹാർഡ് ഏൺഡ് ആയിട്ടൊരു 10 വർഷം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഈ കഴിഞ്ഞ കാലയളവിൽ ഇത് വന്നിട്ട് അതവിടെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് പോയിട്ട് കപ്പം പിരിക്കുന്ന പോലത്തെ പരിപാടികൾ എന്നോട് പറഞ്ഞേക്കുക, അളന്നിട്ട് നോട്ടീസ് അയച്ചേക്കാം കേട്ടോ എന്ന്. ഏത് നമ്മളോട് നോട്ടീസ് അയച്ചേക്കാന്ന്. ഞാൻ നോട്ടീസിനെ റെസ്പോണ്ട് ചെയ്യണമല്ലോ, ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ പരിപാടി അങ്ങോട്ട് പ്രസ്ഥാനം അങ്ങ് പൂട്ടാം.